മലബാർ ഹോം അപ്ലയൻസസ് ആൻഡ് ഹോം നീഡ്സ് പാണ്ടിക്കാട് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മലബാറിന്റെ 2 ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു. എല്ലാ പർച്ചേസിനും 5% മുതൽ 60% വരെ ഡിസ്കൗണ്ട്. സംസ്ഥാന പാതയിലെ പട്ടിക്കാട് 19 ഫ്രണ്ട്സ് ക്ലബ്ബ് സ്ഥാപിച്ച മയിൽക്കുറ്റി അനാച്ഛാദനം ചെയ്തു. പുരാതന കാലത്ത് ദൂരമറിയാൻ ഇവിടെ സ്ഥാപിച്ചിരുന്ന മയിൽക്കുറ്റി ഈയിടെയാണ് മണ്ണിനടിയിൽ നിന്ന് ലഭിച്ചത്. പ്രദേശത്തിന് പേര് ലഭിക്കാൻ കാരണമായ മയിൽക്കുറ്റി പറമ്പൂർ ഫ്രണ്ട്സ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് പുനഃസ്ഥാപിച്ചത്. പണ്ട് കാലത്ത് ദൂരമറിയാനുള്ള പ്രധാന മാർഗമായിരുന്നു പാതയോരങ്ങളിൽ സ്ഥാപിച്ചിരുന്ന മയിൽക്കുറ്റികൾ. അത്തരത്തിൽ പട്ടാമ്പിയിൽ നിന്ന് 19 മൈൽ ദൂരം വരുന്ന പ്രദേശത്തും ഒരു മയിൽക്കുറ്റി ഉണ്ടായിരുന്നു. അങ്ങനെയാണ് പട്ടിക്കാടിനടുത്തുള്ള പ്രദേശത്തിന് 19 എന്ന പേര് വന്നത്. കാലങ്ങൾക്കിപ്പുറം ഈ മയിൽക്കുറ്റി അപ്രത്യക്ഷമാവുകയും ഈയിടെ പ്രദേശവാസികളിൽ ഒരാൾക്ക് അത് മണ്ണിനടിയിൽ നിന്ന് ലഭിക്കുകയും ചെയ്തു. ഇതോടെ ഫ്രണ്ട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ മയിൽക്കുറ്റി പുനഃസ്ഥാപിക്കുകയായിരുന്നു. ഫ്രണ്ട്സ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് ഇതിവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. ഇത് ഒരുപാട് പഴങ്ങിയ ആളുകൾക്ക്, വയസ്സായ ആളുകൾക്ക് മാത്രമേ ഉള്ളൂ ഈ കല്ല് ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് അറിയപ്പെടുക. പുതുതലമുറപ്പെട്ട ആർക്കും ഇതിനെക്കുറിച്ചിട്ട് യാതൊരു വിവരം ഉണ്ടായിരുന്നില്ല. പിന്നീട് നമ്മളെ പ്രിയപ്പെട്ട മാനുഹാക്കാൻ്റെ ാണ് ഈ കല്ല് വീണ് കിട്ടിയിട്ടുള്ളത്. അദ്ദേഹം അത് ഫോട്ടോ എടുത്തിട്ട് ഇവിടുത്തെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇടുകയും അത് ചർച്ചയാവുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ജനകീയമായിട്ട് ഇതിവിടെ സ്ഥാപിക്കണം എന്നുള്ളത് ആ ഗ്രൂപ്പിൽ ചർച്ചയായി വന്നു. അപ്പോൾ അത് ഞങ്ങൾ ക്ലബിൻ്റെ കമ്മിറ്റി അത് ഏറ്റെടുക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെയാണ് ഈ ക്ലബിൻ്റെ നേതൃത്വത്തിൽ ഇത് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. തെങ്ങുംതൊടി വാപ്പുട്ടി ഹാജി അനാച്ഛാദനം നിർവഹിച്ചു. എത്ര കിലോമീറ്ററാണെന്ന് ചോദിച്ചാൽ ആ കല്ലുകളൊന്നും അറിയപ്പെടില്ല. ഇതറിയപ്പെടും. 18 ഏത് ബസ്സിന് കയറിയാലും 18 എന്ന് പറഞ്ഞാൽ അവിടെ അറിയും, 19 എന്ന് പറഞ്ഞാൽ ഇവിടെ അറിയും. പിന്നെ ഇവിടുന്ന് വിട്ട അറിയപ്പെടുന്നത് 28ആണ്. അതുമാതിരി ചുങ്കത്തിൽ നിന്ന് വിട്ട് കഴിഞ്ഞാൽ 2-ാം മൈൽ 2-ാം മൈൽ എന്ന് പറയും. ചുങ്കത്തിൽ നിന്ന് 2-ാമത്തെ മൈലാണ്. അക്കാലത്ത് ഇതൊക്കെയാണ്. പട്ടാമ്പിയിൽ നിന്ന് കുലാംതോളം എത്തിക്കഴിഞ്ഞിട്ടൊരു വൈദ്യരി ഉണ്ടായിരുന്നു, ഉഷാരടി എന്ന് പറയും. ആ കാലത്ത് അദ്ദേഹം ചികിത്സയ്ക്ക് വേണ്ടി വന്നു ആ വീട്ടിൽ. നടന്നു വരുന്ന കാലം കല്ലിട്ട റോഡാണ്. അന്ന് വല്യപ്പ പറഞ്ഞു കൊടുത്തു, 19 എത്തിക്കഴിഞ്ഞാൽ നേരെ കിഴക്കോട്ട് തിരിഞ്ഞിട്ട് ഇങ്ങനെ നിന്നാൽ കാണുന്ന വീടാണെന്നാണ്. അന്ന് ഒരു സിഗ്നലാണ്. ക്ലബ്ബ് പ്രസിഡന്റ് ഫാറൂഖ് കുരിക്കൽ, സെക്രട്ടറി ബഷീർ പുത്തൻകുളം, ട്രഷറർ മുനീർ കൊളക്കാട്ടിൽ, AK അനസ്, K റസാഖ്, ഇബ്രാഹിം കാരയിൽ, നൌഫൽ, സുരേഷ് ബാബു, TP മാനു, കാരയിൽ മുത്തു, VK നാസർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കീഴാറ്റൂർ.